നമസ്കാരം. സ്കിസോഫ്രീനിയ എന്ന മനോരോഗത്തെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചിന്ത. സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം എന്നത് ഒരു ഗുരുതര മനോരോഗം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ചിന്താശേഷിയെയും പെരുമാറ്റത്തെയും അനുഭവങ്ങളെയും ഒക്കെ സാരമായി ബാധിക്കുന്ന ഒരു മനോരോഗമാണിത്. ഇത് ജനിതകമായിട്ടുള്ള ഒരു കാരണം കൊണ്ടുണ്ടാകാം. പാരമ്പര്യ ഘടകം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, ലഹരി ഉപയോഗം, ഇതൊക്കെയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മറ്റ് രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ ഒരുപക്ഷെ ഇത്തരം രോഗലക്ഷണങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. സ്കിസോഫ്രീനിയയ്ക്ക് പ്രധാനമായിട്ടും ഡെലൂഷൻസും ഹാലുസിനേഷൻസും രോഗലക്ഷണങ്ങളായിട്ട് ഉണ്ടാകുന്നു. ഡെലൂഷൻസ് എന്ന് പറഞ്ഞാൽ മിഥ്യാബോധം അല്ലെങ്കിൽ മിഥ്യാധാരണ എന്നൊക്കെ നമുക്ക് പറയാം. ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ അതുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രീതി. ഉദാഹരണത്തിന്, ആരോ എന്നെ കൊല്ലാൻ വരുന്നു, എൻ്റെ പുറകെ വരുന്നു, എനിക്കെതിരെ പ്ലോട്ട് ചെയ്യുന്നു, എനിക്കെതിരെ പ്ലാൻ ചെയ്യുന്നു, എനിക്ക് ഭക്ഷണത്തിൽ വിഷം തരാൻ നോക്കുന്നു, അവരൊക്കെ സംഘടിതമായിട്ട് എനിക്കെതിരെ ചിന്തിക്കുന്നു. ഇത്തരം തോന്നലുകളൊക്കെയും സ്കിസോഫ്രീനിയ ഉള്ളവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സംശയം, അവർക്ക് മറ്റ് ഇതര ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം, അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ ക്യാമറ വെച്ചിരിക്കുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം വീഡിയോ എടുക്കുന്നു, അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നെക്കുറിച്ച് മോശമായിട്ട് അപവാദങ്ങൾ മറ്റുള്ളവർ പറയുന്നു, പുറത്തോട്ടിറങ്ങിയാൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യുന്നു. ഇത്യാദി തോന്നലുകളും സംശയങ്ങളും ഒക്കെയും ഈ കൂട്ടർക്ക് ഉണ്ടാകാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ തലച്ചോറ് മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത്, എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ ഇമോഷൻസും എല്ലാം തന്നെ മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത്. അത് എൻ്റെ നിയന്ത്രണത്തിലല്ല, അത് ഏതോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ് മൂലം നിയന്ത്രിക്കപ്പെടുന്നു. എൻ്റെ തലച്ചോറിൽ ചിപ്പ് വെച്ചിട്ടുണ്ട്, അങ്ങനെ എൻ്റെ തലയിലുള്ള വിവരങ്ങളെല്ലാം മറ്റുള്ളവർ ശേഖരിക്കുന്നു, അവരതേപടി അത് മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ഇത്തരം രോഗികൾക്കുള്ള ഒരു വിചിത്രമായിട്ടുള്ള ചിന്തയാണ്, അവരുടെ മനസ്സിലുള്ളത് മറ്റുള്ളവർ അറിയുന്നു. അതൊരു പക്ഷേ TV-യോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ പത്രത്തിലോ ഒക്കെയും അവരുടെ ചിന്തകൾ വരുന്നു, എഴുതി വരുന്നു, സംപ്രേഷണം ചെയ്തു വരുന്നു എന്നൊക്കെയും അവർ പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അവരുടെ ചിന്തകൾ അവരുടെ സ്വന്തമല്ല, എക്സ്റ്റേണൽ ഫോഴ്സസ് തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ് അവരുടെ ഉള്ളിലേക്ക് ചിന്തകൾ ഇടുന്നത് എന്നുള്ള തോന്നലുകൾ വരുന്നു. ഹാലുസിനേഷൻസ് സ്കിസോഫ്രീനിയ രോഗികളുടെ ഒരു മുഖ്യ ലക്ഷണം തന്നെയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ 5 സെൻസ് ഓർഗൻസിൽ തോന്നുന്ന എല്ലാ അനുഭൂതികളും ഈ കൂട്ടർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വിഷ്വൽ ഹാലുസിനേഷൻസ്, കണ്ണിൻ്റെ മുൻപിൽ മായ കാഴ്ചകളായിട്ട് വരിക, ഇല്ലാത്തത് കാണുക, അതേപോലെ തന്നെ ഇല്ലാത്തത് കേൾക്കുക. ചിലപ്പോൾ അവനവൻ്റെ ചിന്ത തന്നെ ലൗഡറായിട്ട് ചെവിയിൽ കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു, ആ സംസാരം ആ രോഗിയുടെ ചെവിയിൽ ക്ലിയറായിട്ട് കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്വരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രോഗിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് തോന്നാം. അതേപോലെ തന്നെ റണ്ണിങ് കമൻട്രി, അവരെന്തൊക്കെ പറയുന്നോ എന്തൊക്കെ ചെയ്യുന്നോ അത് കമൻട്രി രൂപേണ പറയുന്നത് പോലെ ഈ രോഗികൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നാവിലൊന്നും ഇല്ലെങ്കിലും പല രുചികൾ നാവിൽ തോന്നുക, പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ചുറ്റുവട്ടത്ത് ഇല്ലെങ്കിൽ പോലും പലതിൻ്റെയും മണങ്ങൾ തോന്നുക, കെട്ട മണമാകാം അല്ലെങ്കിൽ കുന്തിരക്കത്തിൻ്റെ മണമാകാം. ചിലപ്പോൾ ദേഹത്തൂടെ എന്തെങ്കിലുമൊക്കെ ഒഴുകുന്നത് പോലെ തോന്നാം, ടാക്ടൈൽ ഹാലുസിനേഷൻസ് എന്ന് പറയാം, ഉറുമ്പെഴുന്നത് പോലെ തോന്നാം, തലയിൽ പേൻ ഇരയ്ക്കുന്നത് പോലെയൊക്കെയും തോന്നാം. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവമാകുന്ന എല്ലാവിധവും ഇല്ലാത്തപ്പോൾ, അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തപ്പോൾ തന്നെ രോഗികൾക്ക് ഇത്തരം എക്സ്പീരിയൻസിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പോസിറ്റീവ് സിംറ്റംസ് ആയിട്ട് സ്കിസോഫ്രീനിയയിൽ വരുന്നത്. അടുത്ത എപ്പിസോഡിൽ സ്കിസോഫ്രീനിയയിൽ കാണുന്ന നെഗറ്റീവ് സിംറ്റംസ് എന്തൊക്കെയാണ്, മറ്റ് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ചിന്ത. നന്ദി.